നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഉലൂർ പരിയ പഞ്ചായത്ത് LDF ഭരിക്കും. ഡോക്ടർ CK സബിത പ്രസിഡന്റ്. സർഗോത്സവം ചൊവ്വാഴ്ച സമാപിക്കും. ഹിറ്റായാൽ മദ്യത്തിന്റെ അളവ് കുറച്ചു നൽകും. ബാറിന് 25,000 രൂപ പിഴയിട്ടു. LDF അധികാരം നിലനിർത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 17 ലക്ഷം വോട്ട് ലഭിച്ചു. MV ഗോവിന്ദൻ. ജനുവരി 15 മുതൽ ഗൃഹസന്ദർശനം. കേന്ദ്രവിരുദ്ധ സമരം ശക്തിപ്പെടുത്തും. MV ഗോവിന്ദൻ. ചരിത്രത്തിന്റെ പൊതുവായനയ്ക്ക് വേദിയായി ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ്. സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം NS മാധവന്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിത പരാജയം ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിൽ അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 33.60% വോട്ടാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത്. ഇപ്പോഴത് 39.73% ഉയർന്നു. 66,65,370 വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ചത്. ഇത്തവണ അത് 84,10,85 വോട്ടായി വർദ്ധിച്ചുവെന്നും MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. CPM സംസ്ഥാന കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. 17,30,175 വോട്ടിന്റെ വർധനയാണ് ഉണ്ടായത്. UDFന്റെയും BJPയുടെയും വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ ഏതാണ്ട് 60 മണ്ഡലത്തിൽ LDFന് കൃത്യമായ ലീഡുണ്ട്. നേരിയ വോട്ട് വ്യത്യാസത്തിന് പിറകിൽ പോയ ഒട്ടേറെ മണ്ഡലമുണ്ട്. പലതും പ്രാദേശിക പ്രശ്നങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെ കള്ളപ്രചരണത്തിന്റെയും വർഗീയ ഇടപെടലിന്റെയും മാധ്യമ ശൃംഖല നടത്തിയ ഇടതുപക്ഷ വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി പിന്നിൽ പോയവയാണ്. ഇവിടെയെല്ലാം ശരിയായ രാഷ്ട്രീയ പ്രചാരണ പ്രവർത്തനം നടത്തി തിരിച്ചുപിടിക്കാനുമാകുമെന്ന് തന്നെ CPM വിശ്വസിക്കുന്നു. അധികാരം നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും UDFും LDFും തമ്മിൽ ശക്തമായ മത്സരം നടന്നിടത്ത് BJP വോട്ടുകൾ UDFന് നൽകി. LDFും BJPയും തമ്മിൽ മത്സരം നടന്ന സ്ഥലങ്ങളിൽ UDFന്റെ വോട്ട് BJPക്ക് കൊടുത്തുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഉദാഹരണമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിച്ച 41 വാർഡിൽ UDF 3-ാം സ്ഥാനത്തായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാരിനെ സംബന്ധിച്ച് മികച്ച അഭിപ്രായമാണ് നിലനിൽക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്നായിരിക്കുമെന്ന കാരണത്താൽ മികച്ച ഭൂരിപക്ഷത്തോടെ LDFന് അധികാരം നിലനിർത്താൻ കഴിയുമെന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. BJP ഹിന്ദുത്വ വർഗീയതയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്ര കാഴ്ചപ്പാടുടെയും ആശയത്തെ കൂടി ഉപയോഗപ്പെടുത്തി കള്ളപ്രചരണ വേലകൾക്ക് നേതൃത്വം നൽകി. എല്ലാ വർഗീയതകളുടെയും ശക്തിപ്പെടുത്തി ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ടുള്ള പ്രചാരണ വേലകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്നും സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്ഥാന കലാമേള സർഗോത്സവം 2025 നാളെ സമാപിക്കും. കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനി, മുനിസിപ്പൽ ഹൈസ്കൂൾ, മഹാത്മാ മന്ദിരം എന്നീ വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള 22 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെയും 120 ഹോസ്റ്റലുകളെയും 1,500-ലധികം വിദ്യാർത്ഥികൾ കലാമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മാതൃകയിലുള്ള കലാമേളയിൽ വിജയികളാകുന്നവർക്ക് ബോർഡ് പരീക്ഷകൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കും. 3-ാം ദിനവും അവസാന ദിവസമായ നാളെ വേദി 1-ൽ സീനിയർ വിഭാഗം സംഘനൃത്തം, വേദി 2-ൽ സീനിയർ വിഭാഗം സംഘഗാനം, വേദി 3-ൽ സീനിയർ ജൂനിയർ വിഭാഗം മോണോ ആക്ട്, ജൂനിയർ സീനിയർ വിഭാഗം മിമിക്രി എന്നിവയും വേദി 4-ൽ ജൂനിയർ സീനിയർ വിഭാഗം മലയാളം കഥാരചന, കവിതാരചന എന്നിവയും അരങ്ങേറും. വൈകിട്ട് 4 മണിക്ക് പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ അധ്യക്ഷനാകും. മദ്യത്തിന്റെ അളവ് കുറച്ചു നൽകിയ സംഭവത്തിൽ ബാറിന് പിഴ ഈടാക്കി. 60 മില്ലിക്ക് പകരം 48 മില്ലിയുടെ അളവ് മാത്രം ഉപയോഗിച്ച് സംഭവത്തിൽ കണ്ണൂർ പഴയങ്ങാടിയിലെ പ്രതീക്ഷ ബാറിന് 25,000 രൂപ പിഴയിട്ടു. ബാറുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. മദ്യവെക്കുന്നയാൾ ഫിറ്റായെന്ന് തോന്നിയാൽ 60 മില്ലിയുടെ പാത്രം മാറ്റി 48 മില്ലിയുടെ പാത്രം ഉപയോഗിക്കും. പഴയങ്ങാടി, ഇരട്ടി, തളിപ്പറമ്പ്, പയ്യന്നൂർ ഭാഗങ്ങളുള്ള ബാറുകളാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. 30 മില്ലിക്ക് പകരം 24 മില്ലിയെ പിന്നീട് ലഭിക്കും. ബാറിൽ എത്തി മദ്യവെക്കുന്നവർക്ക് ആദ്യത്തെ 2 പെഗ് നൽകുന്നതിൻ്റെ അളവ് കൃത്യമായിട്ടാണ്. ഭാവി പ്രവർത്തനം ശക്തിപ്പെടുത്താൻ സംസ്ഥാനത്തെ
മുഴുവൻ വീടുകളും സന്ദർശിച്ച് ജനങ്ങളെ കേൾക്കാൻ CPM തീരുമാനം. ജനുവരി 15 മുതൽ 22 വരെയാകും ഗൃഹ സന്ദർശനമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളിലും കയറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കുണ്ടായ പരാജയത്തിൽ ഉൾപ്പെടെ തുറന്ന സംവാദം നടത്തും. എല്ലാ തരത്തിലുമുള്ള CPM നേതാക്കൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമാകും. തുടർന്ന് വാർഡ് അടിസ്ഥാനത്തിൽ കുടുംബ യോഗങ്ങളും ലോക്കൽ അടിസ്ഥാനത്തിൽ പൊതുയോഗവും സംഘടിപ്പിക്കും. തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്നത് ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നിലപാടുകൾക്കും വർഗീയതയ്ക്കുമെതിരായി ശക്തമായ പ്രക്ഷോഭം നടത്താനും CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിനെതിരായ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ജനുവരി 12 തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉപവാസവും ഫെബ്രുവരി 1 മുതൽ 15 വരെ LDF നടത്തുന്ന 3 സംസ്ഥാന ജാഥകളും വിജയിപ്പിക്കും. തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്നതിനെതിരെ ജനുവരി 5 കേരളത്തിലെ 23,000 വാർഡുകളിൽ NREG വർക്കേഴ്സ് യൂണിയൻ തൊഴിലുറപ്പ് സംരക്ഷണ അസംബ്ലി സംഘടിപ്പിക്കുന്നു. ഈ അസംബ്ലിയിൽ കേന്ദ്രത്തിനെതിരെ കുറ്റപത്രം തയ്യാറാക്കും. 15 രാജ്ഭവനിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും നടക്കുന്ന മാർച്ചിൻ്റെ പ്രഖ്യാപനവും അസംബ്ലിയിൽ നടക്കും. സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം കർമ്മസേനാംഗങ്ങൾക്ക് പരിശീലനം നൽകി. നവകേരള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഗൃഹസന്ദർശനം നടത്തുന്ന കർമ്മസേനാംഗങ്ങൾക്ക് പരിശീലനം നൽകി. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ പയ്യന്നൂർ നഗരസഭാ തലത്തിൽ നടത്തിയ പരിശീലനം കൈരളി ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സമിതി അംഗം സുനിൽ ദത്തൻ അധ്യക്ഷനായി. നിയമസഭാ മണ്ഡലം ചാർജ് ഓഫീസർ CM സുനിൽകുമാർ, DPO PV ലതിക എന്നിവർ സംസാരിച്ചു. ഡോക്ടർ രവി രാമതളി, PV സന്തോഷ് കുമാർ, അരുൾ P എന്നിവർ ക്ലാസ് എടുത്തു. ആന്തൂർ നഗരസഭയിലെ കർമ്മസേനാംഗങ്ങൾക്കായി കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച പരിശീലനം നഗരസഭാ സെക്രട്ടറി K മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചാർജ് ഓഫീസർ ഡോക്ടർ അനിൽകുമാർ സംസാരിച്ചു. B സഹദേവൻ, KC രാമചന്ദ്രൻ, V വത്സരാജൻ മൽപ്പട്ടം, ശിഷിത, മധു PV എന്നിവർ ക്ലാസ് എടുത്തു. ചെമ്പിലോത്ത് കർമ്മസേനാംഗങ്ങൾക്കായി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച പരിശീലനം ചെമ്പിലോട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഷൈജ ഉദ്ഘാടനം ചെയ്തു. എടക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PV ബിന്ദു അധ്യക്ഷയായി. പേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് കർമ്മസേനാംഗങ്ങൾക്കായി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ പരിശീലനം സുനീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സജിലയും അധ്യക്ഷനായി. തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ കതിരൂർ, എരനോളി ഗ്രാമപഞ്ചായത്തുകളിലെ കർമ്മസേനാംഗങ്ങൾക്ക് കതിരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിശീലനം കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുജിയെ ഉദ്ഘാടനം ചെയ്തു. എരനോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കട്ടിയത്ത് പ്രകാശൻ മുഖ്യാതിഥിയായി. മണ്ഡലതല ചാർജ് ഓഫീസർ V സന്തോഷ് കുമാർ സംസാരിച്ചു. തലശ്ശേരി മണ്ഡലം തല കമ്മിറ്റി അംഗങ്ങളായ സജീന്ദ്രൻ, സിറോഷ് ലാൽ, ദാമോദരൻ, വിജയൻ, അഡ്വക്കേറ്റ് വിമൽ കുമാർ, അജയ്ജുല എന്നിവർ ക്ലാസ് എടുത്തു. പ്രാചീന ഇന്ത്യ, മധ്യകാല ഇന്ത്യ, ആധുനിക ഇന്ത്യ, സമകാലിക ഇന്ത്യ, പുരാവസ്തു പഠനം, ഇന്ത്യക്ക് പുറമെയുള്ള രാജ്യങ്ങൾ എന്നീ വിഷയങ്ങളിൽ നടന്ന പാനൽ ചർച്ചകൾ ചരിത്രത്തിന്റെ പുനർവായനയ്ക്ക് അവസരമൊരുക്കി. പ്രാചീന ഭാരതം എന്ന സെഷനിൽ ജാബ്പൂർ സർവകലാശാല പ്രൊഫസർ നുപൂർ ഗുപ്ത അറിവിന്റെ രൂപപ്പെടൽ, മധ്യകാല ഇന്ത്യയിലെ ചികിത്സാശാസ്ത്രവും ബൗദ്ധ സംസ്കാരവും എന്ന വിഷയമാണ് കൈകാര്യം ചെയ്തത്. സിൽക്ക് റോഡ് വ്യാപാര പാത മാത്രമല്ല ഭൗതികവും സാംസ്കാരികവുമായ ഇടപെടലുകളുടെ മുഖ്യ കേന്ദ്രമാണെന്ന് ഏഷ്യയിൽ വർത്തിച്ചതെന്ന് നുപൂർ ഗുപ്ത പറഞ്ഞു. കൂടാതെ ബുദ്ധമതത്തിന്റെ വ്യാപാര പാതകളിലൂടെ പ്രാരംഭം ഇന്ത്യൻ വൈദ്യശാസ്ത്രജ്ഞനും മധ്യേഷ്യയിലെയും ചൈനയിലെയും കൈമാറപ്പെടുകയും ചെയ്തു. മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബഹുസ്വരതയെക്കുറിച്ചും പ്രൊഫസർ സുനിൽ ശർമ്മ സംസാരിച്ചു. ആധുനിക ഇന്ത്യ സെഷനിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാല പ്രൊഫസർ രാകേഷ് ഭട്ടാബിയൽ ഇന്ത്യൻ ദേശീയ അടിസ്ഥാന സാധ്യതകൾ, ഏകോപദർശനങ്ങൾ എന്നീ വിഷയങ്ങൾ നടത്തിയ പ്രഭാഷണത്തിൽ ആഗോളതലത്തിൽ ഉയർന്നു വരുന്ന പുതിയ ദേശീയത ഇന്ത്യൻ എങ്ങനെ വികാരങ്ങളെയും മാധ്യമങ്ങളെയും ആശ്രയിച്ച് രൂപപ്പെടുന്നുവെന്ന് വിശകലനം ചെയ്തു. സമകാലിക ഇന്ത്യ സെഷനിൽ ഡൽഹി സർവകലാശാലയിലെ പ്രൊഫസർ ചാരുഗുപ്തയാണ് അവതരണം നടത്തിയത്. ജാതി, ലിംഗവും സംബന്ധിച്ച വിമർശനാത്മക പഠന രീതികൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രഭാഷണത്തിൽ ജാതിയുടെയും ലിംഗത്തിൻ്റെയും ചരിത്രങ്ങളെ ഔദ്യോഗികമായി ആർക്കൈവിക്കപ്പെടുകയും ജീവിതാനുഭവങ്ങളിലൂടെയും പ്രാദേശിക ജനതകളുടെയും അടിസ്ഥാനത്തിൽ വായിക്കേണ്ടതെന്ന ആവശ്യകത അവർ ഊന്നിച്ചു. കോളനിയലിസത്തിൽപ്പെട്ട പലസ്തീൻ എന്ന വിഷയം അവതരിപ്പിച്ചു. പലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശത്തെ സെറ്റിലർ കോളനിയലിസത്തിന്റെ വീക്ഷണത്തിൽ വിലയിരുത്തിയ അദ്ദേഹം സയോണിസ്റ്റ് പദ്ധതിയുടെ ചരിത്രപരമായ വേരുകൾ വിശദീകരിച്ചു. പുരാവസ്തുശാസ്ത്ര സെഷനിൽ പ്രശസ്ത വിദഗ്ധൻ പ്രൊഫസർ സുബ്ര കുമാർ ആചാര്യ അധ്യക്ഷയായി. മധ്യകാല ഒഡീഷയിലും കാശ്മീരിലും സ്ത്രീകളുടെ സാമൂഹിക നിലപാടുകളെക്കുറിച്ചുള്ള പഠനം അവതരിപ്പിച്ച ശേഷം അദ്ദേഹം
സിദ്ധാന്തപരമായ ലിംഗധാരണകളും യാഥാർത്ഥ്യ ജീവിതവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് സിനിമയുടെ അടയാളപ്പെടുത്തലുകളിൽ തെരഞ്ഞെടുപ്പ്, ഫിലിം ഹിസ്റ്ററി, സിനിമാ ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലുകളും വിശകലനം ചെയ്തു. വിമർശനാത്മകമായി സമീപിച്ചു നടന്ന പാനൽ ചർച്ച ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ വേറിട്ട ആശയങ്ങൾ മുന്നോട്ട് വച്ചു. കോട്ടയം TIECയിലെ പരിസ്ഥിതി ചരിത്രവും ആന്ത്രോപോസീൻ പഠനങ്ങളും വിഭാഗത്തിൽ മേധാവിയായ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫിനെ ഒരു ചായക്കപ്പ് കലണ്ടർ, പ്രേം നസീർ മലയാളിയുടെ നിത്യഹരിത സിനിമ മ്യൂസിയം എന്ന പ്രബന്ധം മലയാള സിനിമ അവതരിപ്പിച്ച അടയാളപ്പെടുത്തലുകളിലേക്കും വെളിച്ചം വീശുന്നതായി. ഔപചാരിക മ്യൂസിയങ്ങൾക്കും പുറത്തായി ദൈനംദിന ജീവിതത്തിലൂടെ സഞ്ചരിക്കുകയും ദൃശ്യാനുഭവങ്ങളുടെ തുടർച്ചയായി പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വികേന്ദ്രീകൃത ചലച്ചിത്ര ലേഖനം മലയാളികൾ എങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പഠനം പരിശോധിക്കുന്നു. മലയാള സിനിമയെ ആസ്പദമാക്കി സാധാരണ വസ്തുക്കളും പ്രകൃതികളും കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിന്റെ സ്മരണാർഹ ചിഹ്നങ്ങളായി എങ്ങനെ വർത്തിക്കുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. പ്രേംനസീറിന്റെ താരപ്രതിച്ഛായയായ ഒരു സാംസ്കാരിക അവശിഷ്ടകാലം അതോടൊപ്പം മലയാളികളുടെ കൂട്ടായ്മ ഓർമ്മയിൽ ജീവിച്ചിരിക്കുന്ന സാന്നിധ്യവുമായി പ്രവർത്തിക്കുന്നതായി പ്രബന്ധം വ്യക്തമാക്കുന്നു. സിനിമാ വിമർശകൻ GP രാമചന്ദ്രൻ മലയാള സിനിമ, കേരളീയ മലയാളി, മലയാളം എന്നീ തിരിച്ചറിവുകൾ നിർമ്മിക്കുകയും സ്വാഭാവികമായും ചെയ്യുന്ന ശക്തമായ ഒരു സാംസ്കാരിക മാധ്യമ വ്യവസ്ഥിതിയും സംവിധാനമായി സിനിമ പ്രവർത്തിക്കുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. CS മീനാക്ഷി അവതരിപ്പിച്ച മലയാള സിനിമയിലെ സ്ത്രീ കേന്ദ്രീകൃത ഗാനപരമ്പരകൾ എന്ന പ്രബന്ധം ജനപ്രിയ സിനിമയിൽ സ്ത്രീകളെ എങ്ങനെ പ്രതിനിധീകരിക്കുന്നു എന്നത് മനസ്സിലാക്കുന്നതായി 1938 ഏകദേശം 25,000 മലയാള ചലച്ചിത്ര ഗാനങ്ങളെ വിശകലനം ചെയ്തു. സിനിമയേക്കാൾ ദീർഘകാലം നിലനിൽക്കുന്നത് ഗാനങ്ങളാണെന്നും സ്ത്രീത്വ ദേഷ്യം പടരുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന വഴികളിലൊന്നായി ഈ ഗാനങ്ങൾ മാറുന്നുവെന്നും പ്രബന്ധം ചൂണ്ടിക്കാട്ടി. പ്രാദേശിക പാനൽ സെക്ഷനായ ഫിലിം ഹിസ്റ്ററിയിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായി ബിജേഷ് ആർ അധ്യക്ഷത വഹിച്ചു. സ്വാതന്ത്ര്യം ബന്ധനങ്ങളില്ലാത്ത പട്ടം പോലെ യുദ്ധം, അവകാശ തർക്കങ്ങൾ, സ്വാതന്ത്ര്യം എന്നിവ ബന്ധങ്ങളില്ലാത്ത പട്ടത്തെ സൂചകമാക്കിക്കൊണ്ട് അവതരിപ്പിച്ച പട്ടം എന്ന നാടകം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. സഹവർത്തിത്വം, സമാധാനം, സാഹോദര്യം എന്നിവയാണ് നാടകത്തിന്റെ കാതൽ. കുട്ടികളുടെ ചിന്തകളുടെ ഗതികളിലൂടെ നൂലുകളാൽ ബന്ധിക്കപ്പെട്ട പട്ടം മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ അടയാളപ്പെടുത്തുന്നു. MRS ചാലക്കുടിയിലെ വിദ്യാർത്ഥിനികളാണ് നാടകം അവതരിപ്പിച്ചത്. തിയേറ്റർ ആക്ടിവിസ്റ്റുകളായ അരുൺജിത്ത് തമ്പി, KP സ്നിയ എന്നിവരാണ് നാടകത്തിന്റെ രചനയും സംവിധാനം നിർവഹിച്ചത്. ഹസീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച +1 വിദ്യാർത്ഥിനി CK കീർത്തന ചാലക്കുടി ഉപജില്ലാ മത്സരത്തിൽ പുരുഷ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് മികച്ച നടനുള്ള അവാർഡ് നേടിയിട്ടുണ്ട്. അടിയാളരുടെ കഥ പറഞ്ഞ മാവേലി മന്നം. കൈപ്പാടൻ എന്ന പണിയ യുവാവിനെ 8 രൂപയ്ക്ക് വിറ്റ ചരിത്രമാസ്പദമാക്കിയ മാവേലി മാൻഡ്രം എന്ന നാടകം വേറിട്ട അനുഭവം പകർന്നു. സ്വാതന്ത്ര്യവും സ്വന്തമായ ഒരിടവും തേടി പലായനം അടിയാളുടെ കഥയാണ് നാടകത്തിന്റെ ഇതിവൃത്തം. ഗോത്ര ഭാഷ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നാടകം വയനാട് നെല്ലൂർ നാട് അംബേദ്കർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവതരിപ്പിച്ചത്. സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് KJ ബേബിയുടെ മാവേലിന്റെ മാൻഡ്രം എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് അവതരിപ്പിച്ചത്. അതിജീവനത്തിന്റെ കഥ പറഞ്ഞ പന്നി എന്ന നാടകവും മൂക്ക് പണ്ടത്തിന്റെ കഥ പറഞ്ഞ കാഞ്ചനയും പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ചൂഷണം ചർച്ച ചെയ്ത കരിന്തൺ ഇങ്ങട്ടെ വേറിട്ട കാഴ്ചകളും അനുഭവങ്ങളുമായി നാടകം അരങ്ങു തകർത്തു. സർഗോത്സവ വേദിയിൽ ചരിത്രത്തിന്റെ ഗാലറിയും വിപണിയും. കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിലെ സർഗോത്സവം 2025 കലാവേദി നൃത്തത്തിനും സംഗീതത്തിനൊപ്പം ഗോത്ര സംസ്കാരത്തിന്റെ ജീവനുള്ള രേഖകളായി 2 പ്രദർശനശാലകൾ ശ്രദ്ധാകേന്ദ്രമാകുകയാണ്. കോഴിക്കോട് ചേവായൂരിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കിട്ടാർട്സ് മ്യൂസിയത്തിൻ്റെ നേതൃത്വത്തിൽ വ്യത്യസ്ത ഗോത്രവർഗക്കാരുടെ തുടി, മുളച്ചണ്ടം, ദവിൽ, കുഴൽ, ദമ്പട്ട, പുറൈ, ഇരുള എന്നീ വാദ്യോപകരണങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം മീൻകൂട്, പക്ഷിവേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന വിളഞ്ഞക്കോ, ചുരക്ക കൊണ്ടുള്ള വിരുട, കാണിക്കർ, മന്ത്രിക്കാർ ഉപയോഗിക്കുന്ന കൊക്കര, മരവുരി, ജിയോ ടാഗ് ലഭിച്ച കണ്ണാടിപ്പായ, വായ്പൂട്ട് എന്നിവയും മറ്റ് അപൂർവ വസ്തുക്കളും പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രദർശനശാല കാലത്തിൻ്റെ ഇടവഴികളോടെ കാഴ്ചക്കാരെ പിന്നോട്ട് നയിക്കുന്നു. അട്ടപ്പാടിയുടെ സുഗന്ധവും രുചിയും നിറഞ്ഞ ഗോത്ര ജീവിതത്തിൻ്റെ വിശുദ്ധി നേരിട്ട് അനുഭവിക്കാവുന്ന പ്രദർശനശാലയാണ് രണ്ടാമത്തേത്. അട്ടപ്പാടിയിലെ അഗളി, ഷോളയൂർ, പുതൂർ എന്നീ 3 പഞ്ചായത്തുകളായി 743 സ്ക്വയർ കിലോമീറ്ററിൽ കൃഷി ചെയ്യുന്ന റോബസ്റ്റ കോഫി, അറബിക്ക കോഫി, തേൻ, കുടംപുളി, കമ്പ് അവൽ, മണിച്ചോളം അവൽ, ചാമ അവൽ, ഏലം, ഗ്രാമ്പു, കുരുമുളക്, മഞ്ഞൾ തുടങ്ങിയവയും ഇവിടെ വിൽപ്പനക്കായുണ്ട്. 30 മുതൽ 260 രൂപ വരെ വില വരുന്ന ഇവ എൻതിയോപ്പി,
NOP സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ കൂടിയാണ്. രാസവസ്തുക്കളില്ലാതെ പരമ്പരാഗത ജൈവ രീതിയിൽ തയ്യാറാക്കിയ ഈ ഉൽപ്പന്നങ്ങൾ സർഗോത്സവം കാണാനെത്തിയ ജനങ്ങളെല്ലാം കൗതുകമുണർത്തുന്നുണ്ട്. പാരമ്പര്യവും ചരിത്രവും കൈകോർക്കുന്ന ഈ പ്രദർശനശാലകൾ സന്ദർശകരിൽ അറിവിൻ്റെയും ആരോഗ്യത്തിൻ്റെയും വെളിച്ചം വീശുമെന്നതിൽ സംശയമില്ല. കാസർഗോഡ് പൊതൂർ പെരിയ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് LDFന് വിജയം. അമ്പലത്തറ വാർഡിൽ നിന്നും വിജയിച്ച CPMലെ ഡോക്ടർ CK സബിതിയെ പ്രസിഡന്റായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. LDFനും UDFനും തുല്യ അംഗങ്ങൾ ഉള്ളതിനാൽ വോട്ടെടുപ്പിൽ ഇരുവർക്കും തുല്യ വോട്ട് ലഭിച്ചതിനെ തുടർന്നാണ് നറുക്കെടുപ്പ് വേണ്ടി വന്നത്. കോൺഗ്രസിലെ ഉഷ N നായരെയാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. സബിതയ്ക്കും ഉഷയ്ക്കും 9 വീതം വോട്ടാണ് ലഭിച്ചത്. NDA അംഗം തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. CPM അമ്പലത്തറ ലോക്കൽ സെക്രട്ടറിയാണ് CK സബിത. UDF BJP അവിശുദ്ധ സഖ്യത്തെ അതിജീവിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പൊല്ലൂർ പെരിയ പഞ്ചായത്തിൽ വൻ മുന്നേറ്റമാണ് LDF നടത്തിയത്. LDFൽ CPM 8 സീറ്റിലും CP 1 സീറ്റിലും വിജയിച്ചു. UDFൽ കോൺഗ്രസ് 8 മുസ്ലിം ലീഗ് 1 വിജയിച്ചു. BJPക്ക് 1 സീറ്റ് ലഭിച്ചു. UDFലെ അഡ്വക്കേറ്റ് ബാബുരാജിനെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. LDFലെ ഒരംഗത്തിൻ്റെ വോട്ട് അസാധു ആയതിനെ തുടർന്നാണ് ബാബുരാജിനെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. സാഹിത്യ, കല, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം സാഹിത്യകാരൻ NS മാധവന്. 1 ലക്ഷം രൂപയും ശില്പവുമാണ് പുരസ്കാരം. ജനുവരി 7 നടക്കുന്ന പുസ്തകോത്സവത്തിൻ്റെ നിയമസഭാ ഉത്സവത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പുരസ്കാരം സമർപ്പിക്കും. ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ NS മാധവൻ മലയാള ചെറുകഥാ സാഹിത്യത്തിൻ്റെ ഭാവുകത്വം പരിണാമത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിയാനകൾ എന്ന ഒറ്റ നോവൽ കൊണ്ട് നോവൽ സാഹിത്യത്തിനും മായാത മുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹിക്വിറ്റ, തിരുത്ത്, ചുള്ളിമേടിലെ ശവങ്ങൾ, വൻമരങ്ങൾ വീഴുമ്പോൾ, പഞ്ചകന്യകൾ, ഭീമച്ചൻ തുടങ്ങിയ ശ്രദ്ധേയമായ കഥകളിലൂടെ മലയാള ചെറുകഥയ്ക്ക് പുത്തനുണർവ് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ചേർന്ന അദ്ദേഹം കേരള സർക്കാർ ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. സാഹിത്യകൃതികൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും ഇന്ത്യൻ സാഹിത്യത്തിലെ തന്നെ ശ്രദ്ധേയമായ എഴുത്തുകാരനാണ് NS മാധവൻ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.